നിങ്ങളുടെ സ്നേഹത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരാളേക്കാൾ വിലമതിപ്പുണ്ട് നിങ്ങളുടെ പുഞ്ചിരിക്ക്. പാലിക്കാൻ പറ്റാത്ത വാക്കുകൾ കൊടുക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും. പക്ഷെ ചിലർക്ക് അത് ജീവിതത്തിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാവാം. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളോട് പല കാര്യങ്ങളിലും ദേഷ്യപ്പെടും. പക്ഷെ ഒരു കാരണവശാലും അവർ നിങ്ങളെ വിട്ടുപോകില്ല. നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത്. എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക. സത്യസന്ധമായി അത് നേടിയെടുക്കുക. ജീവിതത്തെ സന്തോഷത്തോടെ നയിക്കണം എന്നായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ജീവിതം എളുപ്പമാക്കണം എന്ന് നമ്മൾ ചിന്തിക്കരുത്. അനുഭവിക്കുന്ന സന്തോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരുപോലെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. നമ്മുടെ പരാജയങ്ങളിലും തകർച്ചകളിലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരെ മറക്കാതിരിക്കുക. അവർ ആരും നമ്മളിൽ ഉള്ളതിനെ സ്നേഹിച്ചു വന്നവരല്ല, നമ്മളെ സ്നേഹിച്ചു വന്നവരാണ്. സ്വന്തം എന്ന തോന്നൽ കൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും നമ്മൾ ചെയ്യുന്ന പലതും മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ശല്യമായിരിക്കാം. അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും. എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് ആളുകൾ പറയുമ്പോൾ അതിനർത്ഥം അവരുടെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്നത് നിങ്ങൾ നിർത്തി എന്നാണ്. നിങ്ങളുടെ ചിന്താഗതികളും സ്വപ്നങ്ങളുമാണ് നിങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് തീരുമാനിക്കുന്നത്. സംസാരിക്കരുത്, പ്രവർത്തിക്കുക. പറയരുത്, ചെയ്തു കാണിച്ചാൽ മതി. വാഗ്ദാനം ചെയ്യരുത്, തെളിയിക്കുക. തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഒരിക്കലും വിശ്വാസത്തെ തകർക്കരുത്. കാരണം ക്ഷമിക്കുന്നത് എളുപ്പമാണ്. പക്ഷെ മറക്കുന്നതും വീണ്ടും വിശ്വസിക്കുന്നതും ചിലപ്പോൾ അസാധ്യമാണ്. മുഖത്ത് നോക്കി സത്യം പറയുന്നവരെ നാം വെറുക്കും. എന്നാൽ ഒളിഞ്ഞിരുന്ന് കുറ്റം പറയുന്നവരെ നാം സ്നേഹിക്കും. അതാണ് ലോകം. മറ്റൊരാളുടെ കണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണുകയുള്ളൂ. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്ക് അതിനെ സമയമുണ്ടാകൂ. അവർക്കുള്ള മറുപടി കാലം കരുതി വച്ചിട്ടുണ്ട്. അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക. ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ സമാധാനമായി ഇരിക്കുക. കാരണം എത്ര കഠിനമായ വെയിലേറ്റാലും കടൽ വറ്റില്ലല്ലോ. വാക്ക് ആർക്കും എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒന്ന്. പക്ഷേ വാക്കുകളിലെ കള്ളം തിരിച്ചറിയുമ്പോൾ കബളിപ്പിക്കപ്പെടുന്ന മനസ്സുകളുടെ വേദന വാക്കുമാറ്റുന്നവർ അറിയാറില്ല. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്ന് അറിയുമ്പോൾ അവർ നമുക്ക് സമ്മാനിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതിരിക്കുക. ജീവിതത്തിൽ എന്തിനും രണ്ടാമതൊരു അവസരമുണ്ട്. എന്നാൽ ജീവിതം മാത്രം രണ്ടാമതൊന്നില്ല. ഉള്ള ജീവിതം കരുതലോടെ സ്നേഹിച്ചു ജീവിക്കുക. എല്ലായ്പ്പോഴും ഒരു തുടർച്ചയാണ്. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. ജീവിതം നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിയേക്കാം. എന്നാൽ നിങ്ങളുടെ മാനസികാവസ്ഥ ഫലം നിർണ്ണയിക്കുന്നു. ജീവിതം പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമല്ല, മറിച്ച് അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്.